നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പോവല്ലേ? വാ പോവാം. അയ്യോ ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ ഓടി വരണേ ആരെങ്കിലും. അയ്യോ ഗിരിജ മാഡം. ദർശനേ. അയ്യോ എന്താ ഗിരിജ മാഡം, എന്താ പറ്റിയേ? മാഡം എങ്ങനെ ഇതിനകത്ത് വന്നേ? ആ ഗുണ്ടകളൊക്കെ ആരാ? എനിക്കറിയില്ല. പ്രേതങ്ങളാന്ന് തോന്നുന്നു. നീ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്ക്. ഇവിടെ മുഴുവൻ പ്രേതങ്ങളാ. അവസാനം എന്നെ രക്ഷിക്കാൻ ഇവള് തന്നെ വരേണ്ടി വന്നല്ലോ. ഇവളുടെ കൈകൊണ്ട് രക്ഷപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇവിടെ കിടന്ന് ചാവുന്നതായിരുന്നു. വാ നമുക്ക് പോവാം. വാ മാഡം. നടക്ക്. അയ്യോ പതുക്കെ. കേട്ടില്ലേ യക്ഷിയുടെ പാദസരത്തിന്റെ കിലുക്കം? പവിയേട്ടൻ പറഞ്ഞത് ശരിയാ. പണ്ടിതിനകത്ത് തളച്ചിട്ട യക്ഷി തന്നെയാ എന്നെ തള്ളിയിട്ടത്. ഇവിടെ ഒന്നും യക്ഷിയും പ്രേതമൊന്നുമില്ല. വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ. അയ്യോ നോക്കി. ഒന്ന് വിളിച്ചു നോക്കാം. ഏത് സമയത്താണോ ഇവളുമാരുടെ കൂടെ കൂടാൻ തോന്നിയത്? ഇല്ലെങ്കിൽ ആ റാഗിങ്ങിനകത്ത് ഞാൻ പെടില്ലായിരുന്നു. ഇതിപ്പോ പോലീസ് കേസും. ഇനി എന്തൊക്കെ ആവുമെന്ന് ഒരു പിടിയുമില്ല. താങ്കൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ്. ദയവായി അല്പനേരം. അവിടെ റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു. ഇനി അവള് തിരിച്ചു വിളിക്കട്ടെ. ഇവിടെ നിന്ന് പുറത്തു കിടക്കാനും പറ്റില്ല.
എടുത്ത് എങ്ങോട്ടാ? എനിക്കൊന്ന് പുറത്തു പോണം. ഡ്രൈവർ ഇല്ലേ? അവനോട് ഞാൻ നേരത്തെ പുറത്തു പോകുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. ഡ്രൈവർ വണ്ടിയിലുണ്ട്, ഞാൻ കൊണ്ടുപോവാം. എവിടെ പോകണ്ടേ? വേണ്ട, ഞാൻ ഡ്രൈവറെ കൂട്ടിപ്പോയിക്കോളാം. പിന്നെ എടുത്തേ, നമ്മുടെ തറവാട് വീട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് നടത്തിയാലോ? അത് വേണ്ട. വീട് വൃത്തിയാക്കിയിട്ടിരിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ, പക്ഷെ ആഘോഷങ്ങളൊക്കെ ഇവിടെ തന്നെ മതി. എടുത്തേ, പവിത്രം പറഞ്ഞത് നമുക്ക് അവിടെ വെച്ച് ആഘോഷങ്ങളൊക്കെ നടത്താമെന്നാണ്. പവിയോട് ഞാൻ പറഞ്ഞോളാം. നമ്മളെ സുരക്ഷിതമായി ഊട്ടി ഉറക്കിയ വീടായത്. ആഘോഷിക്കാൻ ഒരു നല്ല ദിവസം വരുമ്പോ ഈ വീട് ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോയി ആഘോഷിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഒരു ദിവസം വേണമെങ്കിൽ നമുക്കെല്ലാവർക്കും അവിടെ ഒരുമിച്ച് കൂടാം. പക്ഷേ എല്ലാ ആഘോഷങ്ങളും ഇവിടെ തന്നെ മതി. ദർശന മേഡത്തിന് രജിസ്റ്റേർഡ് ഉണ്ടോ? ദർശനം ഇവിടെ ഇല്ലല്ലോ. രൂപേഷ് സാറല്ലേ? ഞാൻ വിളിക്കാം. രൂപേഷേ, രൂപേഷ്. എന്താ എത്തിയേട്ടാ? ദർശനയ്ക്ക് ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. എവിടെ നോക്കട്ടെ. അത് നിനക്കുള്ളതല്ല, ദർശനയ്ക്കുള്ളതാ. ഓ, രജിസ്റ്റേർഡ് പോസ്റ്റ് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ലെന്നാ നിയമം. പക്ഷേ ദർശന മേഡത്തിന്റെ ഭർത്താവായതുകൊണ്ട് ഇത് രൂപേഷ് സാറിന്റെ കയ്യിൽ കൊടുക്കാം. എന്താ ചെറിയ എടാ, ദർശനയ്ക്ക് ഒരു രജിസ്റ്റേർഡ് ഉണ്ട്, ഒപ്പിട്ട് വാങ്ങിക്കുക. എവിടെ സാർ? ഇവിടെ ഇവിടെ ഇവിടെ. ഓക്കെ, ശരി സാർ. ഇത് IPS-ന്റെ മെയിൻ പരീക്ഷയ്ക്കുള്ള അറിയിപ്പാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇത് സിവിൽ സർവീസിന്റെ മെയിൻ എക്സാമിനുള്ള കോൾ ലെറ്ററാ. പരീക്ഷയും കൂടി പാസ്സായ എന്റെ ദർശനം IPS ആവും. വേഗം ദർശനെ വിളിച്ച് വിവരം അറിയിക്കുക. ഇനി സമയം കളഞ്ഞൂടാ. എത്രയും പെട്ടെന്ന് ഡ്രോൺ കണ്ടുപിടിക്കണം. അടുത്ത പ്രശ്നത്തിനുള്ള സമയമായി. നീ എന്താ പറഞ്ഞത്? ഇതറിഞ്ഞ ശത്രുക്കൾ ഇനിയും അവളുടെ പിന്നാലെ വരുമല്ലോ. അത് ഈ കുടുംബത്തിന് നല്ലതല്ല. ഏട്ടത്തി ഇപ്പൊ ജയിലിൽ നിന്ന് തിരിച്ചു വന്നതേ ഉള്ളൂ. വീണ്ടും അങ്ങോട്ട് തന്നെ പെട്ടെന്ന് ഏട്ടത്തിയെ തിരിച്ചയക്കണോ? എടി, ദർശനം മാത്രമല്ല ലോകത്ത് സിവിൽ സർവീസ് എഴുതുന്നത്. എല്ലാവർക്കും ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ അതിന്റെ വഴിക്ക് പൊയ്ക്കോളും. ഇനി നീ ആയിട്ട് പറഞ്ഞ് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? എന്തായാലും എല്ലാരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇവളെ എന്റെ മിന്നലിനെ കൊന്നത് അവളാണെങ്കിൽ ഒരിക്കലും അവൾ IPS-കാരി ആവില്ല. ഈ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുൻപ് ഞാൻ അവളെ തീർത്തിരിക്കും. ആദ്യം ഇവനെ അങ്ങ് തീർത്താലോ? എങ്കിലേ അവള് സങ്കടപ്പെടൂ. ഭർത്താവ് മരിച്ചതിന്റെ നഷ്ടം എന്താന്ന് അവൾക്ക് മനസ്സിലാവും. എന്താ ജ്യോത്സ്യർ ഇതിനൊരു പരിഹാരം? ഇതിന് പരിഹാരമില്ല. പുണ്യപാപങ്ങളും ജന്മദോഷങ്ങളും അനുഭവിച്ചു തന്നെ തീരണം. എന്റെ മകന്റെ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ എനിക്ക് യോഗമില്ലേ? അത്രയ്ക്ക് പാപിയായ ഒരു അമ്മയാണോ ഞാൻ? 5-ാം ഭാവം ബലഹീനമാണ് സുമംഗലാമേ. രാശിഭാവങ്ങൾ ചന്ദ്രലഗ്നത്തിൽ ബലഹീനമായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ
അല്പസന്താന യോഗമോ അല്ലെങ്കിൽ സന്താനമില്ലായ്മയോ സംഭവിക്കാം. കുഞ്ഞുങ്ങളെന്ന് വെച്ചാ എന്റെ മോന് ജീവനാണ്. ഒരു കുഞ്ഞിനു വേണ്ടി അവൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് സന്താന വൈകല്യ യോഗമാണുള്ളത്. 5-ൽ ചൊവ്വ ദുർബലനാണ്. അഥവാ കുട്ടികൾ ഉണ്ടായാൽ തന്നെ അല്പകാലം കൊണ്ട് മരണം സംഭവിക്കാം.